സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ കടയടപ്പ് സമരത്തിലേക്ക്. വേതന വർധനവ് നടപ്പിലാക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് റേഷൻ വ്യാപാരി സംഘടനകളുടെ നിലപാട്. കേരളത്തിലെ 14,000-ഓളം വരുന്ന റേഷൻ കടകൾ അടഞ്ഞുകിടക്കുമെന്ന് റേഷൻ വ്യാപാരികൾ. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. കോഴിക്കോട് നിന്ന് രമ്യ ഹരിദാസുമുണ്ട്. ആദ്യം അഞ്ജുവിലേക്കാണ്. അഞ്ജു, സാധാരണക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ മുടക്കം വരുത്തിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട്. എന്താണ് വ്യാപാരികളുടെ നിലപാട്? ശ്യാമലി, എന്തു തന്നെയായാലും കടുംപിടുത്തത്തിൽ തന്നെ തുടരുകയാണ്. കാരണം വാതിൽപ്പടി വിതരണക്കാർ ഭക്ഷ്യധാന്യങ്ങൾ കടകളിൽ എത്തിച്ചാൽ തന്നെ ധാന്യങ്ങളൊന്നും സ്വീകരിക്കില്ലെന്ന് വ്യാപാരികൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗുണഭോക്താക്കൾക്ക് ഈ ഭക്ഷ്യധാന്യങ്ങളൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരുന്ന സർക്കാർ ഇവർക്കൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സമരം അത്തരത്തിൽ കടുത്ത രീതിയിൽ തന്നെ ആയിരിക്കുമെന്നാണ് വ്യാപാരികൾ അറിയിക്കുന്നത്. ഇന്നത്തോടുകൂടി റേഷൻ വിതരണം സ്തംഭിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിലും മറ്റുള്ളവർ ഉൾപ്പെടെ പ്രതിഷേധമുണ്ടാക്കും. പക്ഷേ അത്തരത്തിൽ ഒരു മുടക്കം ഉണ്ടാവില്ല. റേഷൻ അർഹതപ്പെട്ടവരിൽ എല്ലാവർക്കും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും തന്നെയാണ് ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള GR അനിൽ ഉൾപ്പെടെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 10,000-ത്തിലധികം വരുന്ന റേഷൻ വ്യാപാരികളാണ് ഇന്നു മുതൽ അനിശ്ചിതകാലത്തിൽ പണിമുടക്കിലേക്ക് കടക്കുന്നത്. വേതന പാക്കേജ് പരിഷ്കരിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് റേഷൻ വ്യാപാരികളുടെ സംഘടനകളുടെ നിലപാട്. ഇവർ പ്രധാനമായും 4 ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ 3 ആവശ്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ധനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, സർക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ ആവശ്യങ്ങളും ഘട്ടം ഘട്ടമായിട്ടേ പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുള്ളൂ എന്നാണ് സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള നിലപാട്. ഇതിൽ ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് ഉറപ്പ് നൽകിയാൽ സമരം പിൻവലിക്കാമെന്നതാണ് വ്യാപാരികളുടെ ഒരു തീരുമാനം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ളത്. ശ്യാമിലി, ഇതാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സമരം ഇന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ്.